ഭാരതി, എന്തിനാ മോളെ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? നിങ്ങൾ ഈ തന്നിരിക്കുന്ന പഴഞ്ച സ്വർണത്തിനുണ്ടല്ലോ 1 ലക്ഷം രൂപ കിട്ടിയേക്കും. ബാക്കി 3 ലക്ഷം. ദയവ് ചെയ്ത് ഇങ്ങനൊന്നും ചെയ്യല്ലേ. ദയവ് ചെയ്ത് ഞങ്ങൾ പറയുന്നൊന്ന് കേക്ക്. പറഞ്ഞു വെച്ചിരിക്കുന്ന കല്യാണം മണ്ഡപത്തിൽ തന്നെ എങ്ങനെയെങ്കിലും നടന്നിരുന്നെങ്കിൽ എന്റെ ഭർത്താവിന്റെ കടം തീർക്കുമായിരുന്നു. പക്ഷെ ഒരു ദുഷ്ടം കാണിച്ച പണി കാരണം എന്റെ മോടെ കല്യാണം നിന്നുപോയി. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പൊ എല്ലാം റെഡിയായി വരുന്നുണ്ട്. ഞങ്ങളുടെ മകൾക്ക് കൊടുക്കാൻ ഇത് മാത്രമേ ഞങ്ങളുടെ കയ്യിൽ ബാക്കിയുള്ളൂ. ഇതുണ്ടാക്കാൻ ഞങ്ങൾ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇതെല്ലാം എടുത്തോണ്ട് പോയാ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. നിങ്ങൾ തന്നെ എന്തെങ്കിലും ഒരു തീരുമാനം പറ. ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. അമ്പമ്പട നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ആക്ടിങ് കാണാൻ വേണ്ടി വന്നതല്ല. കച്ചവടത്തിൽ ഇമോഷൻസ് പാടില്ല എന്ന് എന്റെ അച്ഛൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. എടാ ഇവിടെ മുഴുവൻ ഞാൻ നോക്കി, അവന് ഇവിടെങ്ങില്ല. എടാ ഈ വീട് മൊത്തം അരിച്ചു തീർക്കടാ. ഇവിടെ വില കൂടി എന്തുണ്ടെങ്കിലും എടുത്തോണ്ട് വാ. പുറത്ത് കിടക്കുന്ന തുക്കട വണ്ടി അല്ലാതെ ഈ വീട്ടിൽ വേറൊന്നുമില്ല. അത് ചേച്ചിയുടെ വണ്ടിയാ. ആ വണ്ടി എന്ന് വെച്ച ചേച്ചിയുടെ ജീവനാ. അതിനെ റാണി എന്ന് വിളിച്ച് മോളെ പോലെയാ നോക്കുന്നെ. നിങ്ങളോട് കൈകൂപ്പി അപേക്ഷിക്കുക, ആ വണ്ടി കൊണ്ടുപോകരുത്. ആ നമുക്ക് ആ റാണി എടുത്തോണ്ട് പോവാം. എന്നിട്ട് തന്നെ ഒരു രാജാവിനെ കൊണ്ടുപോകും. അയ്യോ അതെന്റെ അമ്മയുടെ വണ്ടിയാ. അതിനെ അവള് വളരെയധികം അത് കൊണ്ടുപോകില്ലേ. മോതിരം എടുത്തോളൂ. വണ്ടി ഇവിടെ വെച്ചിട്ട് പോണം. അപ്പൊ ഇതും കൂടെ മുതൽ കൂട്ടാം. അവളുടെ വണ്ടി കൊണ്ടുപോകല്ലേ. നീ ഇവിടുന്ന് വണ്ടി എടുക്കും. നിങ്ങൾ കൊണ്ടുപോകല്ലേ. കാല് പിടിക്കാൻ കൊണ്ടുപോകില്ലേ. നോക്ക്, നിങ്ങളുടെ സ്വർണവും വണ്ടിയൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങളുടെ പണം തിരികെ തന്നു കഴിയുമ്പോ ഇതെല്ലാം ഞങ്ങൾ തിരിച്ചു തന്നേക്കാം. വരട്ടെ. പുതിയതായിട്ട് കിട്ടാൻ ഒരു ചാൻസും ഇല്ല. ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾ അന്വേഷിക്കുന്നതേ എന്നെ തന്നെയാ. എന്തൊരവസ്ഥയാ. ബോസ്, ഒരു മിനിറ്റ് ബോസ്. ബോസ് ആരെയോ തെറ്റിദ്ധരിച്ച് ശരിക്കും പോയി പെടാൻ പോവാണല്ലോ. ദൈവമേ, അവനിപ്പോ ഒരു കോമഡി പീസായി പോവല്ലോ. ബോസ്, ബോസ്. എനിക്ക് മെസ്സേജ് അയച്ച് എന്നെ ടോർച്ചർ ചെയ്യുന്ന നീയല്ലടി. നീയൊക്കെ എന്നെ പറ്റി എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നേ? എന്ത് ധൈര്യത്തിൽ നീ എന്നെ കളിപ്പിക്കുന്നേ? പച്ചക്കറി കടയിൽ പോയി മസാല ദോശ ചോദിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ആൺകുട്ടികളുടെ നമ്പർ കിട്ടിയാ മതി, പിന്നെ അവരെ വിളിക്കലാ നിന്റെ ജോലിയല്ലേ? സർ ഒരു നിമിഷം. എനിക്കൊന്നും കേൾക്കണ്ട. നീയൊക്കെ ഫോൺ വിളിച്ച് ഒലിപ്പിച്ച് അങ്ങോട്ട് സംസാരിച്ചോണ്ടല്ലോ ഞാൻ അങ്ങോട്ട് വീഴുന്നാണോ നീ വിചാരിച്ചേ? ഈ വേദാന്ത് മേനോനെ നിനക്ക് അറിയില്ലടി. എന്നോട് കളിക്കാൻ നിൽക്കരുത്. മട്ടൻ ഷോപ്പിൽ പോയി ഐസ്ക്രീം ചോദിച്ച പോലെ ആയല്ലോ. നീ എന്താടി ഫോൺ നോക്കുന്നേ? നിന്റെ കള്ളത്തര എങ്ങനെ പൊക്കിന്ന് ആലോചിക്കായിരിക്കും അല്ലേ? വലിയ ഡിക്റ്റേറ്റീവ് ആണെന്നുള്ള രീതിയിൽ ബിൽഡപ്പ് ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ. നിനക്കൊന്നും എന്നെ കളിപ്പിക്കാൻ പറ്റില്ല. നിനക്കെന്നല്ല ഒരുത്തിക്കും പറ്റില്ല. ഒരു പ്രാവശ്യം പറ്റിക്കപ്പെട്ടവരെ ഇനി വീണ്ടും പറ്റിക്കാൻ പറ്റില്ല. നീ എന്റെ ടൈം വേസ്റ്റ് ചെയ്തു. എല്ലാവരുടെ മുന്നിൽ എന്നെ ഇൻസൾട്ടും ചെയ്തു. പോലീസ് കംപ്ലൈന്റ് കൊടുക്കാൻ പോവാ. ആവശ്യമില്ലാണ്ട് സംസാരിക്കുന്നെന്ന് പറഞ്ഞ് അവൾക്കും വേണമെങ്കിൽ കംപ്ലൈന്റ് കൊടുക്കാം. നിങ്ങൾക്ക് തലയ്ക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? കുറെ നേരമായിട്ട് പറയുന്നാണല്ലോ. നിങ്ങൾക്ക് എന്തും പറയാമെന്ന് വിചാരിച്ചോ? നിങ്ങക്ക് മാനേഴ്സ് ഇല്ലേ? തൊലയ്ക്ക് അസുഖമുള്ളത് നിനക്ക്, മാനേഴ്സ് ഇല്ലാത്തതും നിനക്കടി. നീ ഒരു പഠിച്ച കള്ളി തന്നെയാ. ബോസ്, നിങ്ങൾക്ക് എന്തോ മിസ്റ്റേക്ക് പറ്റിയെന്ന് തോന്നുന്നു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളിതല്ല. ഞാൻ പറഞ്ഞ ഇവിടെ തന്നെയാ. കള്ള ലക്ഷണം നോക്ക്. ബേബി നോക്ക് ബേബി, ഞാൻ നിന്നെ വെയിറ്റ് ചെയ്തെന്നപ്പോ ഇയാൾ വന്ന് എന്നോട് എന്തൊക്കെയോ പറയുന്നു.
ഈ ജോലിയൊക്കെ ജോലിക്കാരെ കൊണ്ട് ചെയ്യിക്കായിരുന്നല്ലോ അമ്മേ. നിങ്ങൾ എന്തിനാ ചെയ്യുന്നേ? അത് നല്ല കഥയാണല്ലോ ആദ്യ. ഏതെങ്കിലുമൊക്കെ ജോലിക്കാര് ചീര നന്നായി വൃത്തിയാക്കും തോന്നുന്നുണ്ടോ? അവരത് വെറുതെ കഴുകി അങ്ങ് കട്ട് ചെയ്ത് വെക്കും. അതിനൊക്കെയുള്ള ക്ഷമ ഇപ്പൊ ആർക്കുള്ളത്? ഇത്തരം ചോദ്യങ്ങളൊന്നും അമ്മായിയമ്മയുടെ അടുത്ത് ചോദിക്കേണ്ട മോളെ. അവള് ചെറുപ്പത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി നിന്റെ അടുത്ത് പലതരത്തിലുള്ള കഥകളും പറഞ്ഞു എന്ന് വരും. ഇപ്പോഴും മാർക്കറ്റിൽ പോകുമ്പോ വില പേശുന്ന കാര്യത്തിൽ അവള് പുറകോട്ടല്ല. ഇതെന്താ ശാരിക ഇത്ര നേരത്തെ വന്നത്? ജോലി നേരത്തെ തീർന്നോണ്ടാ വന്നെ. അല്ല, മോക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? ജ്യൂസോ ചായ എന്തെങ്കിലും? നോ ഡാഡി. വേദാന്തു അമൂലിയും എവിടെ തന്നെ ഉണ്ടെങ്കിലും അവിടെ പുതിയ ഡ്രാമ തുടങ്ങും. അതിന് വീട്ടിലിരുന്ന് തന്നെ ലൈവ് കാണാന്നാ വിചാരിച്ചത്. ഏയ്, ആരാടാ നീ? ഇതിന്റെ ഒക്കെ ആവശ്യം ഉണ്ടായിരുന്നോ ബോസ്? പറഞ്ഞാലും കേക്കില്ല. എന്താ എന്റെ നാക്കിറങ്ങി പോയി? ആരാണെന്ന്? അയാൾ എന്നെ ഒന്നും പറയാൻ സമ്മതിക്കാതെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. എന്റെ പെണ്ണിനെ തന്നെ വഴക്ക് പറയുന്നോ? നിനക്ക് ഇത്രയ്ക്ക് ധൈര്യമോ? ഞാൻ അവനെ ഫ്ലർട്ട് ചെയ്യാൻ നോക്കി എന്നാണ് അവൻ പറയുന്നത് ബേബി. അങ്ങനെയൊക്കെ പറഞ്ഞു ഇവൻ. കാണിക്കടാ പ്രൂഫ്, കാണിക്ക്. എന്റെ പെണ്ണ് ദേവതയാ. എന്നെ വിട്ട് വേറെ ഒരുത്തിനെയും കണ്ണെടുത്ത് നോക്കില്ല അവള്. ബോയ് ഫ്രണ്ട് ഈ റേഞ്ചിന് സ്ട്രോങ് ആണെങ്കിൽ ഈ പെൺകുട്ടി എന്തായാലും വേറെ ആരെയും നോക്കിയിട്ട് പോലും ഉണ്ടാവില്ല. അതുറപ്പാ. സംസാരിക്കടാ. നിന്റെ മിണ്ടാട്ടം മുട്ടിപ്പോയോ? പെണ്ണുങ്ങളുടെ മുമ്പിലല്ല, എന്നോട് കാണിക്കും നിന്റെ ധൈര്യം. നോക്ക്, എന്നോട് റെസ്പെക്ട് ഇല്ലാതെ സംസാരിച്ചോണ്ടല്ലോ. നിന്നെ പോലുള്ളവന്മാരോട് ഞാൻ ഇങ്ങനെയല്ല സംസാരിക്കുന്നേ. എന്റെ പെണ്ണ് കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഇത്രയെങ്കിലും റെസ്പെക്ട് എനിക്ക് തരുന്നേ. ഐ തിങ്ക് ഐ ജസ്റ്റ് മിസ്റ്റേക്കൺ. മിസ്റ്റേക്ക് ആണത്ര മിസ്റ്റേക്ക്. രണ്ടെണ്ണം കൊടുത്താലേ ശരിയാവും. അയ്യോ ചേട്ടാ, ഒന്നും ചെയ്യില്ല പ്ലീസ്. ഇവിടെ ഈ പാർക്കിൽ വെച്ച് നിങ്ങളുടെ പെണ്ണിന്റെ മുമ്പിൽ വെച്ച് വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. ഇവരൊന്നും ചെയ്യല്ലേ. ഇത്രയ്ക്ക് ആയ സ്ഥിതിക്ക് ഇവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അയ്യോ, നിങ്ങൾക്കൊന്നും അറിയില്ല ചേട്ടാ. ഞാൻ എങ്ങനെ പറഞ്ഞാലാ മനസ്സിലാവാന്ന് എനിക്ക് അറിയില്ല. ഒരു ലവ് ഫെയിലിയർ കേസാ ചേട്ടാ. ഇയാളുടെ പെണ്ണ് ഇയാളെ ചതിച്ച ശേഷം പാർക്കിൽ ശോകഗാനവും പാടി ബാറിൽ പോയിട്ട് ഇറങ്ങി വരുമ്പോ ബാറിന്റെ എൻട്രൻസില് മദ്യലഹരിയിൽ കാല് തെന്നി താഴെ വീണു. തല പോയി തറയിലിടിച്ചു. അതിനുശേഷം ഇങ്ങനെയൊക്കെ. അതിനുശേഷം ആരെ കണ്ടാലും എന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞുകൊണ്ട് പുറകെ പോയി വെറുതെ ശല്യം ചെയ്യും. ചതിച്ച കാര്യം ഓർമ്മ വന്നു എന്ന് പറഞ്ഞ് ഓരോന്ന് പറഞ്ഞോണ്ടേയിരിക്കും. ഇതൊന്നും ആള് ബോധത്തോടെ ചെയ്യുന്നതല്ല ചേട്ടാ. കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. മാർക്കറ്റിൽ നമ്മൾ ആപ്പിൾ കാണുമ്പോ നല്ലതാണെന്ന് പറഞ്ഞു വാങ്ങില്ലേ? പക്ഷെ ചില സമയത്തൊക്കെ അതിന്റെ അകത്തൊക്കെ കേടുണ്ടാവില്ലേ? ഇതും അങ്ങനെയാ. ചെറിയ പ്രശ്നമുണ്ട്. ജ്യൂസ് ആണെങ്കിൽ വീട്ടിൽ കൊണ്ടിരുത്, ഇങ്ങനെ പുറത്തിറക്കരുത്. വാ ബേബി. എന്താ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നേ? ഇപ്പൊ രക്ഷിച്ചില്ലെങ്കിൽ കാണായിരുന്നു. ചിലപ്പോ തല തന്നെ പോയിട്ടുണ്ടാവും. എന്ത് തോന്നിവാസം പറയുന്ന? മര്യാദ പോവാതെ ജീവൻ രക്ഷിക്കണമെങ്കിൽ ചിലപ്പോ കള്ളമൊക്കെ പറയേണ്ടി വരും. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ ഇമേജ് കളഞ്ഞു. ഉള്ളത് മാത്രല്ലേ കളയാൻ പറ്റൂ ബോസ്. വാട്ട്? നിങ്ങൾ അന്വേഷിച്ച് നടന്ന പെൺകുട്ടി അവളല്ല, അവൾ ഇവളല്ല, ഇവൾ അവളും അല്ലാതാ പറഞ്ഞു. എന്നാലും അവൾ എന്തായിരിക്കും വരാഞ്ഞത്? നല്ല തലവേദനയായാലോ നിങ്ങളുടെ കാര്യം. എപ്പ മുതലേ വരുന്നില്ല വരുന്നില്ല എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നതാ. ഇനി എങ്ങാനും വന്നാൽ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നേ? ഞാനവിടെ കഴുത്ത് ഞെരിച്ച് കൊന്നുകളയും. വേദനിക്കുന്നു. വാട്ട്? കൈ വേദനിക്കുന്നു. അവള് തന്നെയാ ഞാൻ തന്നെയാ അവള്. ഈ മാറ്റർ എങ്ങാനും മനസ്സിലായിരുന്നെങ്കിൽ എന്റെ കാര്യം, എന്റെ കഥ എപ്പോഴേ തീർന്നേനെ ദൈവമേ. എന്തോ ചെറിയൊരു ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. 1000 വർഷം ഇല്ലെങ്കിലും ഒരു 100 വർഷമെങ്കിലും ആയുസ് തരണേ ദൈവമേ. ബോസ്,
ബോസ് 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 എങ്ങോട്ടാ പോന്നേ ബോസ്? ചാവാൻ പോവാ വരുന്നോ? ജീവിച്ചിരിക്കുമ്പോ പോലും സ്വൈര്യം തരുന്നില്ല. ഇനി എങ്ങാനും ഒരുമിച്ച് മരിച്ചു കഴിഞ്ഞാ ആ സ്വർഗം വെറുതെ നരകാക്കണ്ടല്ലോ. നീ കൂടെ ഉള്ളപ്പോ ഇതും നരകം തന്നെയല്ലേ? ബോസ്, ഈ ലൈഫ് എന്ന ബോക്സിൽ ഒരുപാട് സീരിയസ് ആവാതിരിക്കുന്ന നല്ലത്. എന്താണെന്നറിയോ, അവസാനം ഈ ബോക്സിൽ നിന്ന് ഒരാള് പോലും ജീവനോടെ പോയിട്ടില്ല. പക്ഷെ എനിക്കിപ്പോ നിന്റെ അടുത്തുനിന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് പോണ്ടേ. അവളെ വിശ്വസിച്ച് ഇങ്ങോട്ടേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന് ഞാനാ ഇപ്പൊ മണ്ടനായത്. ബോസ്, നമുക്ക് എല്ലാവർക്കും വയസ്സായി കഴിയുമ്പോ എല്ലാം മനസ്സിലാക്കി നമ്മളൊരു ജ്ഞാനിയായിട്ട് പെരുമാറണമെങ്കിൽ നല്ല പ്രായത്തില് ഒരു മൂർഖനെങ്കിലും ആയിരിക്കണം എന്നാ എല്ലാരും പറയുന്നത്. നിന്റെ ഈ പൊട്ടത്തരങ്ങളൊക്കെ എന്നോട് എന്തിനാ പറയുന്നേ? നിനക്കൊരു സഹായം ആവട്ടെ എന്ന് വിചാരിച്ച് അസിസ്റ്റ് ചെയ്യാനല്ലേ ഞാൻ വന്നേ. അങ്ങനെയുള്ളപ്പോ നീ ടെൻഷൻ അടിച്ച് അപ്സെറ്റ് ആയിരിക്കുന്ന സമയത്ത് കൂളാക്കേണ്ടത് ഞാനല്ലേ. ഇറിറ്റേഷൻ ചെയ്യുന്ന കാര്യത്തില മെസ്സേജ് അയക്കുന്ന പെണ്ണിനെ പിന്നെ സഹിക്കാം. നീ ആണെങ്കിൽ അതിനേക്കാളും കഷ്ടം. മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന കാര്യത്തിൽ നീ ആ പെണ്ണിന്റെ അമ്മയാ. പോടി എങ്ങോട്ടെങ്കിലും. ബോസ്, ഒരു മിനിറ്റ്. എല്ലാം തമാശയായിട്ട് കാണ്. ദേഷ്യപ്പെടുമ്പോഴാ എല്ലാം പ്രശ്നങ്ങളായിട്ട് മാറുന്നു. നിങ്ങളിപ്പോ പോയി കഴിഞ്ഞാ ഇത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് വെറുതെ ആവില്ലേ ബോസ്? എന്നുവെച്ചാ അവൾ ഇവിടെ തന്നെ ഉണ്ടെങ്കിലോ? അമ്മ കരയില്ലേ? സമാധാനായിട്ടിരിക്കെ. എങ്ങനെ സമാധാനിക്കണം മോളെ? അമ്മ ഒരു കുഞ്ഞിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന അവളുടെ വണ്ടിയല്ലേ റാണി. നിന്റെ കല്യാണത്തിന് വേണ്ടി പണിയിപ്പിച്ച ആഭരണങ്ങളെല്ലാം പോയില്ലേ? പിക്ക് തന്ന മോതിരം അവര് കൊണ്ടുപോയി. ഇത്രയെല്ലാം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതിന് ശേഷം ഞാൻ എങ്ങനെ സമാധാനിക്കാനോ മോളെ? അമ്മയുടെ ആരോഗ്യത്തെ കുറിച്ച് ഓർത്തിട്ടെങ്കിലും ഈ കരച്ചിലൊന്ന് നിർത്തമ്മേ. അമ്മ ഇങ്ങനെ പൊട്ടി കരഞ്ഞോണ്ടിരുന്ന BP കൂടില്ലേ? അമ്മേ, ഞാൻ വിക്കി ഒരു തവണ ഒന്ന് ഫോൺ ചെയ്തോട്ടെ. വിക്കിക്ക് ഈ കാര്യത്തില് എന്തെങ്കിലും. ആരതി, ഞാനും എന്റെ സ്വന്തം ചേച്ചിയോട് പോലും 1 രൂപ പോലും ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. എന്താണെന്ന് നിനക്കറിയോ? ബന്ധങ്ങൾക്കിടയിൽ പണം ഒരു പ്രശ്നമാകരുതെന്ന് കരുതി മാത്രമാ. നമ്മൾ വെറും സാധാരണക്കാരാ. നമുക്ക് നമ്മുടെ അഭിമാനം മാത്രമേ ഉള്ളൂ. ഒരിക്കലും നമ്മുടെ അഭിമാനം മറ്റൊരാളുടെ മുന്നിൽ പണയം വെക്കരുത് മോളെ. വിക്രാന്ത് എനിക്ക് മോനെ പോലെയാ. എന്നാ അവന്റെ അമ്മ ഇതൊക്കെ അറിഞ്ഞ വെറുതെ ഇരിക്കുവോ? ക്ഷമിക്കമ്മേ, എനിക്കൊന്നും ചോദിക്കുന്നതിന് വേണ്ടിയല്ല. എന്നാ അമ്മ ഇങ്ങനെ കരയുന്നത് കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നിപ്പോയതാ. നിങ്ങളുടെ അച്ഛൻ വരട്ടെ മോളെ. വണ്ടിയും സ്വർണവും മേടിച്ചോണ്ട് വരാൻ എന്തെങ്കിലും ഒരു വഴി കാണാം നമുക്ക്. അതിന്റെ ഒരു ആവശ്യമില്ല. ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് നിനക്കെന്തെത്ര ഉറപ്പ്? അപ്പൊ അവൾ ആരാ നിനക്കറിയോ? ഇതാ എനിക്ക് ഇഷ്ടാവാത്തത്. നിന്നെ സ്നേഹിക്കാനും ഒരാളുണ്ടെന്ന് പറയുന്നത് ലോകത്തിലെ 8ാമത്തെ അത്ഭുത. ആ അത്ഭുതം ഉണ്ടായത് നിങ്ങൾ പറഞ്ഞപ്പോഴാ ഞാൻ അറിയുന്നേ. അങ്ങനെയുള്ളപ്പോ നിങ്ങളുടെ പുറകെ നടക്കുന്ന പെണ്ണിനെ പറ്റി ഞാൻ എങ്ങനെ അറിയാനാ? പിന്നെന്തിനാ അവൾ ഇവിടെ ഉണ്ടാവും നീ പറഞ്ഞേ? ഗസ് അടിച്ചതാ ബോസ്, ഗസ്. ആ ഗസ് നീ അങ്ങോട്ട് മാറ്റി വെച്ചേക്ക്. അവൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ എന്റെ മുന്നിലേക്ക് വന്നേനെ. ഞങ്ങളുടെ നാട്ടില് ഇതിനെയാ ഓവർ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അൺഎക്സ്പെക്ടഡ്, അൺഎഡ്യൂക്കേറ്റഡ് എന്നൊക്കെ പറയും. എന്നെ കളിയാക്കാൻ നിനക്ക് ഒരു മിനിറ്റ് മിണ്ടായിരിക്കാൻ പറ്റില്ല അല്ലേ? ചേച്ചേ, അങ്ങനെയൊന്നുമില്ല ബോസ്. സ്ത്രീകളുടെ കാര്യത്തില് നിങ്ങൾക്ക് കുറച്ച് പരിചയക്കുറവുണ്ടെന്ന് പറഞ്ഞതാ. നിങ്ങളിങ്ങനെ മുഖവും വീർപ്പിച്ചോണ്ട് നിന്ന് കഴിഞ്ഞാ തോക്കുകൊണ്ട് വെടിവെച്ച് കൊല്ലാൻ വന്ന പോലെ നിന്ന ഇങ്ങനെയുള്ള ഒരാളുടെ അടുത്തേക്ക് ഏതെങ്കിലും പെൺകുട്ടികൾക്ക് വരാൻ ഇഷ്ടമുണ്ടാവോ? എന്നിട്ട് എന്താ, നീ ഇപ്പൊ വന്നില്ലേ? ഓ അത് ശരിയാ, നീ അതിന് പെണ്ണല്ലല്ലോ അല്ലേ? ആണോന്നോ എന്റെ സംശയം. എന്താ നിങ്ങളെ സഹായിക്കാന്ന് വിചാരിച്ച് വന്നിട്ട് എനിക്കിത് ആവശ്യം. ശരി പോട്ടെ, ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് പറ.
കുറച്ചെങ്കിലും ഒന്ന് റൊമാൻറ്റിക് ആയിട്ട് ബിഹേവ് ചെയ്യും ബോസ്. മോസ്റ്റ് എലിജിബിൾ ബാച്ചിലറാ നിങ്ങള്. നിങ്ങളെ കാണുമ്പോ തന്നെ അവക്ക് കാറ്റിൽ ഇങ്ങനെ പറക്കുന്നത് പോലെ ഫീൽ ചെയ്യണം. ഓടി വന്ന് നിങ്ങളെ കെട്ടിപ്പിടിക്കാൻ തോന്നണം അവൾക്ക്. നോ ചേച്ചേ, എനിക്ക് അങ്ങനെയൊന്നും പറ്റില്ല. എന്റെ ഈ ക്യാരക്ടേഴ്സ് എനിക്കിഷ്ടം. ഇങ്ങനെയൊന്നും വൾഗറായി ബിഹേവ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ തലയിലൊരു ടോർച്ച് വെച്ച് കെട്ടി എനിക്ക് മെസ്സേജ് അയക്കുന്ന പെണ്ണെവിടെയാ, വേഗം വരൂ എന്ന് വിളിച്ചു പോയിക്കൊണ്ട് പാർക്കിൽ കൂടെ ഓടി നടക്കും. ഇല്ല, ഞാൻ തന്നെ അവളെ കണ്ടുപിടിച്ചിരിക്കും. ഇല്ലാതെ എനിക്ക് വിശ്രമമില്ല. കണ്ടുപിടിക്കണമെങ്കിൽ ഇങ്ങനെ മത്തങ്ങ പോലെ മുഖം വീർപ്പിച്ച് നിൽക്കാതെ കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് നിൽക്ക്. നിനക്ക് തീരെ ബുദ്ധിയില്ല അല്ലേടി? എനിക്ക് ഈ റൊമാൻസ് എന്ന് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. അത് മനസ്സിലാക്കി തരാനല്ലേ ബോസ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഐ മീൻ പറഞ്ഞു തരാന്നാ പറഞ്ഞേ. നിന്നെ കൂടെ കൂട്ടി എന്നെ പറഞ്ഞാ മതി. പറഞ്ഞു തൊലക്കി. നിങ്ങളൊന്ന് എന്റെ കണ്ണിലേക്ക് നോക്കൂ ബോസ്. എടി, ദൂരേക്ക് പോ. നോക്ക്, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ദൂരെ എന്ന് പറഞ്ഞാ മതി. എന്റെ ദേഹത്തൊന്നും തൊടാൻ നിൽക്കണ്ട, കേട്ടല്ലോ? എല്ലാ കാര്യത്തിനും ഇങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ല ബോസ്. നമ്മളൊക്കെ മലയാള സിനിമകൾ കാണുന്ന ആൾക്കാരല്ലേ. നമ്മളാരും പ്രണയിച്ചിട്ടൊന്നുമില്ലെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ നിന്നൊക്കെ മനസ്സിലായതാ. ശരി, എന്താന്ന് പറഞ്ഞു തൊലക്കി. ഫസ്റ്റ് ടൈം ഞാൻ നിങ്ങളെ ആദ്യമായിട്ട് കണ്ടപ്പോ എന്റെ ഹാർട്ട് വേറെ രീതിയിലാ ചലിച്ചത്. വേണ്ട വേണ്ടെന്ന് മനസ്സെന്നോട് പറഞ്ഞിട്ടും എന്റെ കണ്ണുകൾ അപ്പോഴും നിങ്ങളെ തന്നെ നോക്കുകയായിരുന്നു. എന്റെ കണ്ണില് നിങ്ങൾ വളരെ ഫെമിലിയർ ആയിരുന്നു. കോടിക്കണക്കിന് ആളുകളുടെ ഇടയിലായിരുന്നെങ്കിലും എനിക്ക് വേണ്ട നിങ്ങളെ കണ്ടുപിടിക്കാൻ എനിക്ക് പെട്ടെന്ന് സാധിക്കുമായിരുന്നു. എങ്ങനെയോ അറിയാതെ നമുക്ക് പരസ്പരം പിരിയാൻ പറ്റാതെ ആയിപ്പോയി. നമ്മൾ ഒരു തവണ പോലും പ്രണയത്തോടെ നല്ല രീതിയിൽ സംസാരിച്ചിട്ടേയില്ല. മേ ബി പരസ്പരം നമ്മളെപ്പോലെ വഴക്കിട്ടിട്ടുള്ള ആരും ഈ ലോകത്തുണ്ടാവുകയില്ല. എന്നാൽ നമുക്കിടയിലുണ്ടായ എല്ലാ വഴക്കിനും ഞാൻ താങ്ക്സ് പറഞ്ഞേ മതിയാവും. എന്തിന്? എന്താണെന്ന് വെച്ചാ ആ വഴക്ക് കാരണല്ലേ നമ്മളിപ്പോ ഇത്രേ അധികം അടുത്തത്. അതുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ മനസ്സിലാക്കിയ പോലെ ഞാൻ നിങ്ങളെ മനസ്സിലാക്കിയ പോലെ ആരും ആരെയും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല ഒരിക്കലും. വിക്കി, അത് പിന്നെ നിങ്ങള്? യെസ്, അതെ, ഞാൻ തന്നെയാ. ഇത് പിടിക്ക്. എന്താ മോനെ ഇത്? അത് 4-5 റൗഡികൾ നിങ്ങളുടെ പുറകെ തന്നെ ആയിരുന്നില്ലേ? അവരുടെ കാര്യം ഞാൻ സെറ്റിൽ ചെയ്തു. അല്ല മോനെ, നീ ഇതെല്ലാം എങ്ങനെ അറിഞ്ഞേ? ഞാനിവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് എനിക്ക് എന്തോ ശരിയല്ലെന്ന് തോന്നി. എന്തായിരിക്കും കാരണം എന്ന് ആലോചിച്ചിരിക്കുമായിരുന്നു. പിന്നെ തീരുമാനിച്ചു ഓഫീസ് കഴിഞ്ഞ് വരുന്ന വഴി ഇവിടെ ഒന്ന് കയറി നോക്കാന്ന്. അവിടുന്ന് വരുന്ന വഴിക്കാണ് ആ റൗഡികൾ ഇവിടുന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടത്. ഞാൻ അവരുടെ കൂടെ പോയി അവരോട് പറഞ്ഞു ഞാനിവിടുത്തെ മരുമോനാവാൻ പോകുന്ന ആളാണ്. അപ്പൊ അവര് പറഞ്ഞു ഇവിടുന്ന് 4 ലക്ഷം കിട്ടാനുണ്ടെന്ന്, അല്ലാന്നുണ്ടെങ്കിൽ ആ 4 ലക്ഷം എന്റെ തലയിലാവെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അവരുടെ അക്കൗണ്ടിലോട്ട് ഞാൻ ആ പൈസ ട്രാൻസ്ഫർ ചെയ്തു. അത്രയും കാശ് വിക്കിക്ക് എവിടുന്നാ? ഞാനിപ്പോ പഴയ വിൽക്കൊന്നുമല്ല, ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്. കാര്യമായിട്ട് എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ടായിരുന്നേ. കല്യാണത്തിന്റെ കാര്യത്തിന് വേണ്ടി മാറ്റിവെച്ച സാലറിയുടെയും അല്ലാതെ കുറച്ച് പൈസയൊക്കെ കൂട്ടി വെച്ചപ്പോ ഒരു 5-6 ലക്ഷത്തിന് അടുത്തുണ്ടായിരുന്നു. അതിൽ നിന്നൊരു 4 ലക്ഷം ഞാൻ അവർക്ക് കൊടുത്തു. പ്രായം കൊണ്ട് നീ ചെറിയവനാണെങ്കിലും നീ കാശ് തന്ന് ഞങ്ങൾക്ക് ഒരുപാട് സഹായം നീ ചെയ്തു മോനെ. എന്നാൽ ഞാനത് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവില്ല മോനെ. അമ്മായി,
അതെന്റെ സ്വന്തം കാശാ, ഞാൻ സമ്പാദിച്ച കാശാ. അതെനിക്ക് എങ്ങനെ വേണേലും ചെലവഴിക്കാം. അതുമാത്രമല്ല, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ അമ്മയച്ഛൻ എന്ന് പറയുമ്പോൾ എന്റെയും കൂടെ അമ്മയച്ഛനല്ലേ, ഞാനും നിങ്ങളുടെ മകനല്ലേ അമ്മേ. ഈയിടെയായിട്ട് കുറച്ചു നേരം നിങ്ങളെ കണ്ടില്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ട പോലെ തോന്നാൻ തുടങ്ങി. സ്നേഹം എന്ന ചെറിയ വാക്കിന് എത്ര വലിയ അർത്ഥമുള്ളതെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. പുറമെ ഞാൻ നിങ്ങളോട് ഒരുപാട് വഴക്കുണ്ടാക്കുന്നുണ്ടെങ്കിലും എന്റെ ഉള്ളിന്റെ ഉള്ളില് എനിക്ക് നിങ്ങളോട് സ്നേഹം മാത്രമേ ഉള്ളൂ. എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, എന്നാൽ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ലെന്ന് മാത്രം എപ്പോഴും എന്റെ പ്രാർത്ഥന. അതറിയാവോ, നിങ്ങൾ വളരെ നല്ലവനാ, ജെന്റിൽമാൻ ആണെന്നൊക്കെ എല്ലാരെക്കാളും മുമ്പ് മനസ്സിലാക്കിയ കുട്ടി ഞാനായിരിക്കും. എന്നാ ഞാനതൊന്നും ആരോടും പറഞ്ഞില്ല എന്ന് മാത്രം. നിങ്ങൾ എനിക്കൊരു അവസരം തന്ന ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കാൻ ഞാനുണ്ടാവും. ഈ ജീവിത അവസാനം വരെ നിങ്ങളുടെ കൂടെ ജീവിക്കണമെന്ന് എനിക്ക് തോന്നുന്നേ. നിങ്ങള് എന്റെ കൂടെ ഉണ്ടാവുമല്ലോ അല്ലേ? നിങ്ങള് എന്റെ കൂടെ ഉണ്ടാവുമല്ലോ അല്ലേ? Mr. Vedant, you are under arrest. നിങ്ങൾ എന്താ ഈ പറയുന്നത് ഇൻസ്പെക്ടർ? തമാശ പറയുകയാണോ? തമാശ കാണിക്കാനേ ഞാൻ സർക്കസ് കമ്പനിയിലെ ജോക്കറൊന്നുമല്ല, കഷ്ടപ്പെട്ട് പഠിച്ചാണ് ഇൻസ്പെക്ടർ ആയത്. ഞാനൊരു കാര്യം പറയട്ടെ, കുറച്ചുനാൾ മുമ്പ് ഇതുപോലൊരു ഫേക്ക് പോലീസ് നാടകം ഉണ്ടായതാ. ഇനി നിങ്ങളെ ആരെങ്കിലും പറഞ്ഞു വിട്ട എങ്ങനെ വേണോ? എന്ത് വർത്തമാനോടെ പറയുന്നത്? ഇതെന്താ സിനിമയാണോ ഫേക്ക് ഒറിജിനൽ എന്നൊക്കെ പറയാ? പിന്നല്ലാതെ പെട്ടെന്ന് എവിടുന്നോ വന്ന് യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് പറഞ്ഞാ ഞാനെന്താ വിചാരിക്കണ്ടേ? അറസ്റ്റ് ചെയ്യാൻ തക്കതായ കാരണമുള്ളത് കൊണ്ടാണ് നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വന്നത് മിസ്റ്റർ ബേതാൻ. മോനെ വിക്രാന്തേ,